നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ മഴ തുടരുന്നു. കാലവർഷത്തിന്റെ തീവ്രത ഇനിയുള്ള നാളുകളിൽ വർദ്ധിച്ചേക്കാമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വടക്കേക്കാട് കനത്ത മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. മുണ്ടത്തിക്കോട് ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണു. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിൽ. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഭൂഗോളം ഒരു കാൽപന്തായി മാറുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കിക്ക് ഓഫിന് ഇനി 2 നാൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ നാടും നഗരവും. പ്രിയ താരങ്ങളുടെ കട്ടൌട്ടുകളും ഫ്ലക്സുകളും സ്ഥാപിച്ച ആരാധകർ. ഫിഫ ലോകകപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള വിഷനിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. സിസിടിവി വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷാ സമർപ്പണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രം അവസരം. സിസിടിവിയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെയും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇനിയും നൽകാം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ സിസിടിവി വരിക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80%-ലേറെ മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷ നൽകാം. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറവളപ്പിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുർഷിദാണ് മരിച്ചത്. മീൻ പിടിക്കാനായി സ്ഥാപിച്ച വല നോക്കാൻ പോകുന്നതിനിടെ തോട്ടിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നുവെന്ന് സൂചന. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ചൊവ്വാഴ്ച റെഡ് അലർട്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നാളെ മഞ്ഞ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് അംഗം പരാത്തുകുളം കല്ലൂർ മഠത്തിൽ കെ സതീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും നശിച്ചു. അപകട സമയത്ത് സതീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടി. കാറ്റും മഴ ഉണ്ടായതിനെ തുടർന്നാണ് വീടിൻ്റെ ഇടതുവശത്തുള്ള തെങ്ങ് ബാക്ക് സൈഡിൽ പിൻവശത്തേക്ക് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണെ തുടർന്ന് പിൻവശത്തെ വീടിൻ്റെ മൊത്തം ഭാഗങ്ങൾ ഡ്രസ് ചെയ്തതും എല്ലാം കൂടി മൊത്തം മറിഞ്ഞു വീടുണ്ടായിട്ടുള്ളത്. ഞാനും ഭാര്യയും കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കണ്ടായിരുന്നു. നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ അടക്കം കുറേ വീട്ടുപകരണങ്ങൾ നാശമായി പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വടക്കേക്കാട് കനത്ത മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. പഞ്ചായത്ത് 13-ാം വാർഡ് കല്ലൂർ പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന കണ്ടംപുള്ളി പരേതനായ മണിയുടെ ഭാര്യ പത്മിനി താമസിക്കുന്ന ഓട് വീടിന്റെ പിൻഭാഗത്തെ ചുമരാണ് ഇടിഞ്ഞു വീണത്. പത്മിനി തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. ചുമർ പുറത്തേക്ക് വീണതിനാൽ അപകടം ഒഴിവായി. മുണ്ടത്തിക്കോട് ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണു. കോഴിപ്പറമ്പ് ഭാഗം മുത്തങ്ങാപ്പറമ്പിൽ സിദ്ധാർത്ഥിന്റെ വീട്ടിലെ തെങ്ങാണ് കടപുഴകി വീടിന് മുന്നിലെ ഷെഡിലേക്ക് വീണത്. മറ്റ് നാശനഷ്ടങ്ങളില്ല. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും ഭീഷണിയിലാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 24 കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുകുന്ന് ഹരിജൻ നഗർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുകളിലുള്ള കുന്നിടിച്ചാണ് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തിട്ടുള്ളത്. മണ്ണൊലിപ്പ് സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണെടുപ്പും ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ളതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. 3-ാം വാർഡിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി 50 വർഷം മുമ്പ് നിർമ്മിച്ച വലിയ ടാങ്കും 2, 3, 4 വാർഡുകളിലേക്ക് പഞ്ചായത്ത് ജലവിതരണത്തിനായി സ്ഥാപിച്ച ടാങ്കും മണ്ണെടുത്തതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുകയാണ്. ഈ മഴ കൂടി വരികയാണ്. ഇനി എന്തും സംഭവിക്കാം. ജനങ്ങൾക്കും ഭീഷണിയാണ്, നാടിനും ഭീഷണിയാണ്. അപ്പോൾ ഈ കുടിവെള്ളം മുട്ടും ചെയ്യും. പിന്നെ താഴത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവനും ഭീഷണിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന്
ഇത് കുഴി തൂർക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് കുഴുത്ത് ആരാണ് ഇതിൻ്റെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആരെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ജില്ലാ കളക്ടറുടെ അടുത്ത്, വാട്ടർ അതോറിറ്റി അടുത്ത്, പഞ്ചായത്തിൻ്റെ അടുത്ത് പല ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ സഹിതം ഞങ്ങൾ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇതിനൊരു ഇത് വന്നിട്ടില്ല. അതിപ്പോൾ അവർ കണ്ണ് തുറക്കാത്തതാണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം വന്നിട്ടാണോ അവർ കണ്ണ് തുറക്കുക എന്താണെന്ന് അറിയില്ല. ഇത് ഇത്രയും വലിയൊരു അപകടത്തിൻ്റെ ഭീഷണിയായിട്ടുള്ള സാധനം അവർ എത്രയും പെട്ടെന്ന് കുഴി തൂർത്തിട്ട് തരണമെന്നാണ് പറയണത്. കുടിവെള്ള ടാങ്കുകളോട് ചേർന്നാണ് മണ്ണെടുത്ത് വലിയ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് വാർഡ് മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ പറഞ്ഞു. ജനങ്ങൾക്കൊരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന കാര്യത്തിന് ഇതെന്തൊരു തീരുമാനം എടുക്കേണ്ടത്? ഒന്നാലെ ടവർ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം. ജോബിന്റെ ഇതിന്റെ താഴത്ത് ഈ ടവറിന്റെ തൊട്ടടുത്ത സ്ഥലം കംപ്ലീറ്റ് അയാൾ മണ്ണെടുത്ത് അതിൽ തെങ്ങ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇടിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ആ പറമ്പിലേക്കാണ് പോവുക. അപ്പൊ അയാൾ തന്നെ ഇതിന് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ജോബും ടവറിന്റെ ഉടമയും കൂടിയിട്ട് ഇതിന് എന്ത് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത വന്നാൽ ഈ ടവറിന്റെ ഉടമകളും ജോബും ഇതിന് ഉത്തരവാദികളായിരിക്കണം. അതിനുള്ളൊരു മെമ്മ ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ ഈ ടവർ ഇവിടെ പണിയാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടപ്പോൾ കുഴി മണ്ണിട്ട് നികത്തുവാനാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതെന്നും ഇതിന് ശ്രമിച്ചപ്പോൾ സ്ഥലം ഉടമയുടെ പരാതി പ്രകാരം പോലീസ് വന്ന് തടഞ്ഞെന്നും വാർഡ് മെമ്പർ പറയുന്നു. ടവർ നിർമ്മാണത്തിനായി എടുത്ത കുഴി മണ്ണിട്ട് നികത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. വാർത്തയിലേക്ക്. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറ വളപ്പിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുർഷിദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്ന് നോക്കുവാൻ വേണ്ടി തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് പോയതായിരുന്നു മുർഷിദ്. ഏറെ നേരം കഴിഞ്ഞും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൈമുന മാതാവും മുനീർ മുസിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുർഷിദ്. ഭൂഗോളം ഒരു കാൽപന്തായി മാറുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കിക്ക് ഓഫിന് ഇനി 2 നാൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ നാടും നഗരവും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാഷ്ട്രങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന 23ാമത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടനം മെക്സിക്കോയിലും കലാശപ്പോര് ന്യൂയോർക്കിലും നടക്കും. ലോകമെമ്പാടും ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയുള്ള ദിവസങ്ങളിലായാണ് അരങ്ങേറുന്നത്. ഫുട്ബോൾ പോരിന്റെ ആവേശം ലോകം മുഴുവൻ പടരുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇഷ്ട ടീമുകൾക്കായി കൊടികളും തോരണങ്ങളും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളുമായി കളം നിറയുകയാണ് ആരാധകർ. ചാമ്പ്യന്മാരായ അർജന്റീനയുടെയും ചിരവൈരികളായ ബ്രസീലിന്റെയും ആരാധകർക്കൊപ്പം പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ ഇഷ്ടക്കാരും ആവേശ പോരാട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. താരങ്ങളുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കൂറ്റൻ ബോർഡുകൾ ഇതിനോടകം തന്നെ തെരുവോരങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ കൊടികളും കൊടിയുടെ നിറങ്ങളിലുള്ള തോരണങ്ങളും നാട്ടിൻപുറങ്ങളിൽ വരെ ഇടം പിടിച്ചു കഴിഞ്ഞു. പതിവ് പോലെ തന്നെ അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് ആരാധകർ ഏറെയുള്ളത്. കഴിഞ്ഞ തവണ കപ്പുയർത്തിയ മെസ്സിപ്പട ഇക്കുറിയും വിജയക്കുടി പാറിക്കുമെന്ന പ്രതീക്ഷയാണ് അർജന്റീന ആരാധകർക്കുള്ളതെങ്കിൽ 24 വർഷത്തെ കിരീടദാരിദ്ര്യത്തിന് അറുതി വരുത്തി നെയ്മറും കൂട്ടാളികളും കപ്പുയർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കാനറികളുടെ ആരാധകർ. ലോകമെങ്ങും ആരാധകരുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പട ഇക്കുറി കപ്പുയർത്തുന്ന അഭിമാന മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണവും ഏറെയാണ്. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആകെ 104 ആവേശകരമായ മത്സരങ്ങളാണ് 39 ദിവസങ്ങളിലായി അരങ്ങേറുക. ഖത്തർ ടീമിനായി ഒരു മലയാളി ലോകകപ്പിൽ പന്ത് തട്ടുന്ന ചരിത്ര മുഹൂർത്തം മലയാളി സമൂഹത്തിനാകെ അഭിമാനമാണ്. തലശ്ശേരി സ്വദേശി തഹസിൽ മുഹമ്മദാണ് 3.5 കോടി മലയാളികളുടെ അഭിമാനമുയർത്തി ലോകകപ്പ് വേദികളിൽ പന്ത് തട്ടുന്നത്. ലോക ഫുട്ബോൾ മാമാങ്കത്തെ നെഞ്ചേറ്റാൻ ലോകം മുഴുവനുമുള്ള ആരാധകർക്കൊപ്പം വരുന്ന ഒരു മാസക്കാലം രാത്രികൾ പകലുകളാക്കി മലയാളികളും പങ്കുചേരും. ആവേശം ഒട്ടും തന്നെ ചോരാതെ. CCTV അറിയിപ്പ്. ഫുട്ബോൾ ലോകകപ്പ് നിങ്ങൾക്ക് കേരള വിഷനിലൂടെ ആസ്വദിക്കാം. ഡിജിറ്റൽ ബോക്സിൽ നമ്പർ 769, 770, HD നമ്പർ 862, 864 എന്നിങ്ങനെ ചാനലുകൾ ലഭ്യമാണ്. ആക്ടിവേഷൻ ചെയ്യാത്തവർ ഉടൻ കേബിൾ TV ഓപ്പറേറ്ററെ വിളിക്കുക.
CCTV വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷ സമർപ്പണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രമാണ് അവസരമുള്ളത്. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇപ്പോഴും നൽകാം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും +2 പരീക്ഷയിൽ 80%-ലധികം മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരെ സമീപിക്കുക. ജൂൺ 10 ബുധനാഴ്ച വൈകിട്ട് വരെ അപേക്ഷകൾ സ്വീകരിക്കും. ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ബലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പും നൽകും. തുടർഭരണം നടത്തുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് LDF ഭരണസമിതിയിൽ ലോക്കൽ പർച്ചേസുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്ന് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഡിസംബർ മുതൽ 2026 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് S. വസന്തലാലും നിലവിലെ പ്രസിഡന്റ് ബിന്ദു ഗിരീഷും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ക്രമക്കേട് നടത്തുന്നത്. പ്രോഗ്രാമുകളുടെ ഫ്ലക്സ് നോട്ടീസ് ഉൾപ്പെടെയുള്ള പ്രിന്റിംഗ് വർക്കുകളിൽ സാധാരണ തുകയേക്കാൾ അധിക തുക ബില്ലുകൾ രേഖപ്പെടുത്തി 65,000 രൂപയോളം തട്ടിയെടുത്തു. പഞ്ചായത്ത് പരിപാടികളിൽ സ്വകാര്യ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി സ്റ്റേജ്, കസേരകൾ, സൗണ്ട് സിസ്റ്റം എന്നിവ വാടകയ്ക്കെടുത്തു എന്ന് കാണിച്ചും ബില്ലുകളിൽ ഇരട്ടി തുകകൾ രേഖപ്പെടുത്തിയും 1,30,000 രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ട് എന്നും കോൺഗ്രസ് ആരോപിച്ചു. ഈ 4 മാസ കാലയളവിനുള്ള ഏകദേശം 65,000 രൂപയോളമാണ് ഈ ഇനത്തിൽ അഴിമതി നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് തന്നെ പല ഉദ്ഘാടനങ്ങളുടെ പേരിലും മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1,29,500 രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പല പരിപാടികളും സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേജുകൾക്കും അവർ ഇട്ടിട്ടുള്ളത് 20-18 സ്റ്റേജാണ് ഇട്ടിട്ടുള്ളത്. 20-18 സ്റ്റേജ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ 6,000 രൂപയാണ് അതിന് വരുന്നത്. നമ്മൾ പല പന്തൽ പണിക്കാരുമായിട്ടും മറ്റും അന്വേഷിച്ച് നോക്കിയപ്പോൾ 6,000 രൂപയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇവർ 12,500 രൂപയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തൊട്ട മേഖലയിലെല്ലാം തന്നെ വലിയൊരു അഴിമതിയാണ് ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ചെയർമാനായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബില്ലുകൾ പാസാക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഭരണസമിതി ഈ തീരുമാനത്തെ മറികടന്ന് കോൺഗ്രസ് മെമ്പർമാരുടെ വിയോജിപ്പോടെ ബില്ലുകൾ പാസാക്കി. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്തും ഇത്തരത്തിലുള്ള അഴിമതിയും ക്രമക്കേടുകളും നടത്തിയിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന സലമോൻ, ഫ്രിജോ വടക്കൂട്ട്, റിജി ജോർജ്, MB വിജീഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയെ നരകസഭ എന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് ഇടത് ജനാധിപത്യ മുന്നണി കൊണ്ടെത്തിച്ചുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഗുരുവായൂർ നഗരസഭാ ഭരണത്തിനെതിരെ UDF സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, UDF നേതാക്കളായ R. രവികുമാർ, KP ഉദയൻ, ബാലൻ വാറനാട്ട്, KPA റഷീദ്, RV ജലീൽ, CS സൂരജ്, ജോയ് ചെറിയാൻ, ആൻഡോ തോമസ്, CJ സ്റ്റാൻലി, VV ജോയ്, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൂർ ആലുക്കൽ ചിറപ്പാലം പണി വൈകുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അൻസാർ തയ്യൂർ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർമാരായ അബു പാത്രമംഗലം, ഷൈനി ഫ്രാൻസിസ്, ഷീന സാബു, ബദുൽ സൈമൺ, പ്രിയ ടീച്ചർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി CB ജോസ്, ജിൻസൺ അറക്കൽ, നിതീഷ് തയ്യൂർ, അലോഷി, ഷഹീർ ജിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഇത്രയും മാസമായിട്ട് മഴയ്ക്ക് മുൻപ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നടക്കാനുള്ള ഒരു സാഹചര്യം മഴയുണ്ടാകുന്നതിന് മുമ്പ് അത് ചെയ്യണമെന്ന് ഇവിടുത്തെ അധികാരികൾക്ക് തോന്നാത്തതിന്റെ ഭാഗമായി ഇന്ന് കിലോമീറ്ററുകളോളം വളഞ്ഞ് എരുമപ്പെട്ടി സ്കൂളിലേക്കും എരുമപ്പെട്ടിയിലെ കടകളിലേക്കും ഒക്കെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളും സഹോദരിമാരും ഒക്കെ കിലോമീറ്ററോളം വളഞ്ഞ് ഒരു ദിവസം 130 രൂപയും 150 രൂപയും അങ്ങോട്ടും ഇങ്ങോട്ടും 150 രൂപയൊക്കെ 300 രൂപയോളം ചെലവാക്കിക്കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്.
കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ വായനശാല മുൻ പ്രസിഡന്റും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ കേശവേട്ടന്റെ 15ാമത് അനുസ്മരണ ദിനാചരണം നടത്തി. കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ, CPM കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി VD ബിജു സ്വാഗതവും കലാസമിതി എക്സിക്യൂട്ടീവ് അംഗം KD സന്ദീപ് നന്ദിയും പറഞ്ഞു. നവമണലൂർ പദ്ധതിക്ക് തുടക്കമായി മണലൂർ മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെയും ഗുരുവായൂർ നഗരസഭാ പ്രദേശമായ തൈക്കാട് മേഖലയിലെയും ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത ജനകീയ സദസ്സിൽ വെച്ച് മണ്ഡലത്തിലെ മാതൃകാ വികസന പദ്ധതിയായ നവമണലൂർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മുല്ലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ സദസ്സിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പദ്ധതി വിശദീകരണം നടത്തി. ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രതിരോധിക്കുകയും കാർഷിക വികസനം ലക്ഷ്യമിടുകയും ചെയ്യുന്ന കാർബൺ ന്യൂട്രൽ മണലൂർ, മനുഷ്യവിഭവശേഷി വികസനത്തിനായുള്ള സർഗോത്സവം, ഗതാഗത വികസനത്തിനായുള്ള ഗ്രാമീണ റോഡ് വികസന മാസ്റ്റർ പ്ലാൻ, രോഗപ്രതിരോധത്തിലൂന്നുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി, കുടിവെള്ളം, ഭവനം, പട്ടികജാതി വികസനം എന്നിവയടങ്ങുന്ന സമ്പൂർണ്ണ വികസനം, ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസം മണലൂരിൽ എത്തിക്കുന്ന ജനകീയ വിദ്യാഭ്യാസ പദ്ധതി, വനിതകളുടെ നൈപുണ്യ വികസനത്തിനായുള്ള വനിതാ ശാക്തീകരണ പദ്ധതി എന്നീ 7 പദ്ധതികളാണ് നവമണലൂർ പ്രോജക്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടത്. കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭ്യമാക്കിയ തൈകളുടെ വിതരണ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥിന് നൽകിക്കൊണ്ട് MLA നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മുല്ലശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN മനോജ് എന്നിവർ സംസാരിച്ചു. അവശനിലയിൽ റോഡരികിൽ കിടക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയെ പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വടക്കേക്കാട് നായരങ്ങാടിയിൽ അവശനിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശി ബാലകൃഷ്ണനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 40 വർഷമായി നായരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും കൂലിവേല ചെയ്യുകയായിരുന്നു ബാലകൃഷ്ണൻ. ഒരാഴ്ചയായി ജോലിക്കൊന്നും പോവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ശരീരം തളർന്നു പോവുകയായിരുന്നെന്ന് പറയുന്നു. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞായറാഴ്ചയാണ് മുഷിഞ്ഞ വേഷത്തിലും തീരെ അവശനയുമായ നിലയിൽ ഇയാളെ നാട്ടുകാർ കാണുന്നത്. തുടർന്ന് 12ാം വാർഡ് മെമ്പർ KV റഷീദിനെ വിവരം അറിയിച്ചു. റഷീദിന്റെ നേതൃത്വത്തിൽ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി അംഗവും സാമൂഹിക പ്രവർത്തകനുമായ ഷക്കീർ അണ്ടിക്കൂട്ടിൽ, ഷാനി മാരത്ത്, സുധാകരൻ, അനി വൈരത്തൂർ എന്നിവർ ചേർന്ന് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച ശേഷം ആംബുലൻസിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തി. ഇവിടെ നിന്ന് തുടർ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പഴഞ്ഞി പെട്രോൾ പമ്പിന് സമീപം ഖാദി ബോർഡിന്റെ 15 സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന പാഴ്മരങ്ങൾ ജനജീവന് ഭീഷണിയാകുന്നു. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. സമീപത്തെ വീടുകൾക്കും ഭീഷണിയാണ്. മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ പൊതുപ്രവർത്തകൻ KS അജീഷ് പഞ്ചായത്തിനും ഖാദി ബോർഡിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് BJP ആരോപിച്ചു. ഖാദി ബോർഡിന്റെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. എത്രയും പെട്ടെന്ന് മരം മുറിച്ച് അപകടം ഒഴിവാക്കണമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ്, ജനറൽ സെക്രട്ടറി അരുൺ ഗഗനൻ എന്നിവർ സംസാരിച്ചു. ജന്മനായുള്ള കാഴ്ചപരിമിതി മറികടന്ന ഉൾക്കാഴ്ചയുടെ കരുത്തിൽ ശരണ്യ നേടിയ വിജയത്തിന് തിളക്കമേറെയുണ്ട്. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ഗ്രേഡോടെയാണ് ശരണ്യ ഉജ്ജ്വല വിജയം നേടിയത്. കൊങ്ങണൂർ കല്ലമളപ്പിൽ മനോജിന്റെയും ഷാലിയുടെയും മകളായ ശരണ്യ സ്ക്രൈബിന്റെ സഹായത്തോടെ എഴുതി നേടിയത് 1200-ൽ 1186 മാർക്ക്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ശരണ്യ. SSLCക്കും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച ശരണ്യ ഇത്തവണ +2വിന് ആകെയുള്ള 6 വിഷയങ്ങളിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 5 വിഷയങ്ങളിലും 200-ൽ 200 മാർക്ക് നേടിയാണ് അഭിമാനകരമായ വിജയം നേടിയത്. ഇംഗ്ലീഷിൽ 14 മാർക്ക് കുറഞ്ഞതിന് ശരണ്യയ്ക്കിപ്പോൾ വിഷമം. അച്ഛൻ മനോജ് ചെന്നൈയിൽ ബിസിനസ് നോക്കുകയാണ്. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സ് ഷാലിയാണ് അമ്മ. ചേച്ചി വിസ്മയ ബിരുദാനന്തര ബിരുദധാരിയാണ്. പോർക്കുളം സേവാഭാരതി മുൻ രക്ഷാധികാരിയും റിട്ടയർഡ് അധ്യാപകനുമായ
അക്കിക്കാവ് മത്രംകോട്ടെ അശോകൻ മാസ്റ്റർ ശരണ്യയെ സേവാഭാരതിയുടെ അനുമോദന ഫലകം നൽകി ആശീർവദിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് സി മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, പി ചന്ദ്രമോഹനൻ, MP മനോജ്, മനോജ് കുമാർ കരുമത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം വിമർശനവുമായി കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ ഘടകകക്ഷികളോടുള്ള സമീപനത്തിന്റെ കൂടി ബലമാണ് ഈ തോൽവിയെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ UDF മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ വേലൂർ, വനിതാ കോൺഗ്രസ് കൺവീനർ ലിഷ ബിജു, യൂത്ത് ഫ്രണ്ട് ഭാരവാഹി ബിജോയ് മണ്ടുമ്പാൽ, കുഞ്ഞൻ പെരുന്തുരുത്തി, KA രമേശ് എന്നിവർ സംസാരിച്ചു. കാടിനെ ജീവനായി പ്രണയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേർന്നപ്പോൾ വാഴശാൽ വനം വീണ്ടും സുന്ദരമായി. പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ പ്രാദേശിക സഞ്ചാരം നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ 25 ചാക്ക് അജൈവ മാലിന്യങ്ങളാണ് വാഴശാൽ മേഖലയിൽ നിന്ന് ശേഖരിച്ചത്. KV സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാടുകൾ മാലിന്യമുക്തമാക്കുകയാണ് പ്രാദേശിക സഞ്ചാരം കൂട്ടായ്മയുടെ പ്രധാന ദൗത്യം. ഇതിനായി എല്ലാ മാസവും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിക്കും. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രകൃതി സ്നേഹികൾ ക്യാമ്പിൽ പങ്കെടുക്കും. 3 വർഷം മുമ്പ് രൂപം കൊണ്ട ഈ കൂട്ടായ്മ നടത്തിയ 57ാമത് ക്യാമ്പാണ് വാഴച്ചാലിലേത്. പ്രായഭേദമന്യേ പദവികൾ മറന്ന് ഒരൊറ്റ മനസ്സോടെ 5 വയസ്സുകാരൻ മുതൽ 67 വയസ്സുള്ളവർ വരെ അടങ്ങുന്ന 65 പേരുടെ ശക്തമായൊരു സംഘമാണ് ഇത്തവണ കാടുകയറിയത്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മദ്യക്കുപ്പികൾ തുടങ്ങി കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് സംഘം കാടിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തത്. ഇവ പിന്നീട് വനസംരക്ഷണ സമിതിക്ക് കൈമാറി. വെറുമൊരു വിനോദയാത്രയ്ക്കപ്പുറം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഈ നന്മയ്ക്കായി കൈകോർത്തു. സർക്കാർ ജീവനക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ തുടങ്ങി വലിയ പദവികളിൽ ഇരിക്കുന്നവരെല്ലാം തങ്ങളുടെ ഔദ്യോഗിക വേഷങ്ങൾ മാറ്റിവെച്ച് കാടിന്റെ കാവൽക്കാരായി മാറി. ഇവർ കാടുകയറിയതോടെ പ്രകൃതി വീണ്ടും മാലിന്യമുക്തമായി ശ്വാസമെടുത്തു. വനംവകുപ്പിന്റെ പരിപൂർണ സഹകരണമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ഷാഫി തെരിയത്ത് പറഞ്ഞു. ഈ ക്യാമ്പയിനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ പ്രാദേശിക സഞ്ചാരത്തിന്റെ വിവിധ രീതിയിലുള്ള വളണ്ടിയർമാരെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. 20 പേർക്ക് മാത്രം എന്ന രീതിയിൽ ആരംഭിച്ചതാണ്. ഏകദേശം 60ഓളം പേർ നമ്മൾ പരമാവധി സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് പോലും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാട്ടിലെ പ്ലാസ്റ്റിക് പെറുക്കലിൽ ഒതുങ്ങുന്നതല്ല ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ. വനസംരക്ഷണത്തിനായി വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. വേനലിൽ കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ തടയണകൾ നിർമ്മിക്കൽ, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം, സൈൻ ബോർഡുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ നീളുന്നു ഇവരുടെ സേവനങ്ങൾ. യാത്രക്കിടയിൽ കാണുന്ന സഹസഞ്ചാരികൾക്ക് കാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് വരുത്തുന്ന വിപത്തുകളെക്കുറിച്ചും പരമാവധി ബോധവൽക്കരണം നൽകാനും ഈ സംഘം സമയം കണ്ടെത്തുന്നുണ്ട്. പ്രാദേശിക സഞ്ചാരം എന്ന ഈ കൂട്ടായ്മയുടെ യാത്രകൾ തുടരുകയാണ്. ഒപ്പം നമ്മുടെ കാടുകൾ കൂടുതൽ പച്ചപ്പുള്ളതും ആരും കൊതിക്കുന്നതുമായ ശുദ്ധമായ ഇടങ്ങളായി മാറുകയാണ്. ജനിതക രോഗം ബാധിച്ച സഹോദരങ്ങളായ ആയുഷ്, അവനിക എന്നിവരിൽ ആയുഷിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. 1,20 ലക്ഷം രൂപയാണ് രണ്ടുപേരുടെയും ചികിത്സയ്ക്ക് വേണ്ടി കണക്കാക്കിയിരുന്നത്. ഇതിൽ 90 ലക്ഷം രൂപയോളം ആദ്യഘട്ടത്തിലെ ഫണ്ട് ശേഖരണത്തിൽ ലഭിച്ചിരുന്നു. 60 ലക്ഷം രൂപയോളം രണ്ടുപേരുടെയും ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി. 30 ലക്ഷം രൂപയാണ് മിച്ചമുള്ളത്. അവനികയ്ക്ക് വൃക്ക, കരൾ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ആയുഷിന് ചിലവായതിനേക്കാൾ കൂടുതൽ തുക ചികിത്സയ്ക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 30 ലക്ഷം രൂപയോളം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവനികയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സീനിയേഴ്സ് മേളം കുന്നംകുളം 1 ലക്ഷം രൂപ കൈമാറി. ഹോട്ടൽ മേഖല നേരിടുന്ന വെല്ലുവിളികൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KK വത്സരാജ് MLA പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് സംഘടിപ്പിച്ച CA ലോക്നാഥൻ 1ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, KHRA ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത്, സംസ്ഥാന ട്രഷറർ CB ബിജുലാൽ, GK പ്രകാശൻ, പ്രേമരാജ് ചൂണ്ടലാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണിയായി അംഗൻവാടി. വടക്കേക്കാട് പഞ്ചായത്തിലെ കല്ലൂരിലുള്ള അംഗൻവാടിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്.
നാടിന്റെ നാളത്തെ പ്രതീക്ഷകളായ പിഞ്ചുകുഞ്ഞുങ്ങൾ അക്ഷരമുറ്റത്തേക്ക് വരുന്നത് പേടിയോടെയല്ല, സന്തോഷത്തോടെയായിരിക്കണം. എന്നാൽ വടക്കേക്കാട് പഞ്ചായത്തിലെ കല്ലൂർ 12-ാം വാർഡിലെ 74-ാം നമ്പർ അംഗൻവാടിയുടെ ശോചനീയാവസ്ഥ കാരണം അവിടെ വരുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ഭീതിയാണ്. വിണ്ടുകീറിയ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം എന്ന അവസ്ഥയിലാണ്. ശുചിമുറിയുടെ ചുമരുകളും പഴകി ജീർണിച്ചിരിക്കുകയാണ്. കാറ്റും മഴയും വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ പോലും തുരുമ്പെടുത്ത ജനലുകൾ കാരണം കഴിയുന്നില്ല. തകർന്ന ഊഞ്ഞാൽ, എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മരങ്ങൾ, കാടുപിടിച്ച പരിസരവും കെട്ടിടത്തിന്റെ അവസ്ഥയും കാരണം പാമ്പുകളുടെ പേടിയിലാണ് ഓരോ നിമിഷവും കുഞ്ഞുങ്ങളും അധ്യാപകരും കഴിയുന്നത്. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ എവിടേക്കുണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ജനകീയ സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജൂൺ 30-നുള്ളിൽ ശ്മശാനം പണിയുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അവകാശപ്പെടുന്നത്. എന്നാൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് പകുതി പണി പോലും പൂർത്തീകരിക്കാത്ത, മഴ പെയ്തതോടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് 20 ദിവസം കൊണ്ട് പണി പൂർത്തീകരിക്കുകയെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കണമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, എത്രയും വേഗം ശ്മശാനം കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കുകയാണ് വേണ്ടത്. ഈ ആവശ്യം ഉന്നയിച്ച് ജനകീയ സമിതി ബുധനാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർ, മന്ത്രി എന്നിവർക്ക് 1000-ഓളം പേർ ഒപ്പിട്ട ഭീമ ഹർജി നൽകുമെന്ന് ജനകീയ സമിതി കൺവീനർ മാധവൻ പൂങ്ങാട്ട്, ജോയിന്റ് കൺവീനർ മനോജ് വെള്ളക്കട, കോർഡിനേറ്റർമാരായ KP അഖിൽ, KR വിനു, ES സുബിൻ, സംഗീത മനോജ് എന്നിവർ അറിയിച്ചു. അപ്പൊ ആ രീതിയിൽ അവരുടെ സ്ഥലം ഇത്രയും പെട്ടെന്ന് ഗാന്ധിയാൻ പറ്റി തീർക്കാൻ പറ്റുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ അത് അവരിങ്ങനെ ഓരോ അവധി പറയുന്നു. 30-ാം തീയതി തീർക്കാന്ന് പറയുന്നു, 30-ാം തീയതി കഴിഞ്ഞാൽ അവർ പറയും വേറെ അവധി പറയും. ഇനി അങ്ങനെ ഒരു അവധി പറഞ്ഞിട്ടുള്ള രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് നമുക്കൊരു അവധി കേൾക്കാനല്ല, പ്രാവർത്തികമാവരാണ് ആവശ്യം. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ള ഒരു ഭീമ ഹർജിയാണ് ഇവിടെ ബുധനാഴ്ച കൊടുക്കുന്നത്. തുടർന്ന് അതിന്റെ കോപ്പികൾ കളക്ടർക്കും വകുപ്പ് മന്ത്രിക്കൊക്കെ ഞങ്ങളായിട്ട് വേണ്ടി പരാതികൾ കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്തിലൊരു ഹർജി സമർപ്പിക്കുകയാണ് എല്ലാവരും. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നവർ അറിയാം. ശ്രദ്ധ നേടി കേരള പോലീസിന്റെ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം നടൻ സലിം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടെയുണ്ടായ ഇത്തരത്തിലുള്ള സമീപനമാണ് കേരള പോലീസിന്റെ പോസ്റ്റിന് ആധാരം. പല ഓൺലൈൻ മീഡിയകളും മരണത്തെ ആഘോഷമാക്കുമ്പോൾ അതിൽ വേദനിക്കുന്ന ചിലർ കൂടിയുണ്ടാകും. സലിം കുമാറിന്റെ വീട്ടിൽ ദൃശ്യങ്ങൾ എടുക്കുന്നതിനായി പലരും പരിധി വിട്ട് ശ്രമിച്ചതും ഇത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉൾപ്പെടെ ബുദ്ധിമുട്ടായതും ചർച്ചയായിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കടന്നു ചെല്ലുകയും സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കപ്പെടാറുമുണ്ട്. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും അപകടങ്ങളുമൊക്കെ ചിലർക്ക് സമൂഹമാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളായി മാറുന്നു എന്ന് പോസ്റ്റിൽ പറയുന്നു. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ്. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 ഈ പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും കുറിപ്പിലൂടെ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചാലിശ്ശേരി കവക്കോട് കുളത്താണി വിഷ്ണുശാസ്ത്ര ക്ഷേത്രം ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലഴി മങ്ങാട്ട് അരവിന്ദാക്ഷന്റെ 3ാം ചരമവാർഷിക അനുസ്മരണവും വിരമിച്ച സബ് ഇൻസ്പെക്ടർ N ജ്യോതി പ്രകാശിന് ആദരവും സംഘടിപ്പിച്ചു. കുളത്താണി വിഷ്ണുശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം A വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ശങ്കരൻ നായർ അധ്യക്ഷനായി. വിരമിച്ച സബ് ഇൻസ്പെക്ടർ N ജ്യോതി പ്രകാശിന് ദേവസ്വം കമ്മിറ്റിയുടെയും വാർഡിന്റെയും ആദരവ് മെമ്പർ A വിജയനും ക്ഷേത്ര ഊരാളൻ പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരിയും ചേർന്ന് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. മുൻ പഞ്ചായത്ത് അംഗവും മാധ്യമപ്രവർത്തകനുമായ പ്രദീപ് ചെറുവാശ്ശേരി, ചന്ദ്രശേഖരൻ കൊല്ലഴി, TK ബാലൻ, പാലക്കാട്ടിരിമന ജയൻ നമ്പൂതിരി, TV വിനീത്, മുൻ മെമ്പർ നിഷ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ആദരവിന് N ജ്യോതി പ്രകാശ് മറുപടി പ്രസംഗം നടത്തി. TM നാരായണൻ സ്വാഗതവും ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു.
ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു. പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്ന സന്ദേശവുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 20 പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് നിർവഹിച്ചു. പ്രസിഡന്റ് ബാബു M. വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ പ്രിയ രാജേന്ദ്രൻ, YMCA സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസിന് പരിസ്ഥിതി മിത്ര പുരസ്കാരം നൽകി. സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ, ട്രഷറർ ജോസ് ലൂയിസ്, ലാങ്കോസ് ചക്രമാക്കിൽ, CP ജോയ്, ടെസ് ജേസൺ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങി അപകടാവസ്ഥയിലായ 5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ രക്ഷപ്പെടുത്തി. ഗുരുവായൂർ നളന്ദ ജംഗ്ഷന് സമീപം വാര്യത്തുപറമ്പിൽ അച്ചുണ്ണിയുടെ വീട്ടുമുറ്റത്താണ് സംഭവം. KSEB റീഡിംഗ് എടുക്കാനായി എത്തിയ ജീവനക്കാരാണ് വീട്ടുമുറ്റത്ത് വലയിൽ പാമ്പ് കുടുങ്ങിക്കിടക്കുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ സിവിൽ ഡിഫൻസ് വളണ്ടിയറും പാമ്പ് പിടുത്തത്തിൽ വിദഗ്ധനുമായ പ്രബീഷ് ഗുരുവായൂരിനെ വിളിച്ചുവരുത്തി. ശരീരത്തിൽ വലക്കണ്ണികൾ മുറുങ്ങി അനങ്ങാനാവാത്ത നിലയിലായിരുന്നു പാമ്പ്. ഏറെ പ്രയത്നത്തിനൊടുവിൽ പാമ്പിനെ പരിക്കേൽക്കാത്ത രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ച് വലക്കണ്ണികൾ ഓരോന്നായി മുറിച്ചു മാറ്റിയാണ് സുരക്ഷിതമായി പുറത്തെടുത്തത്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 112ാം ശ്രാദ്ധം ഭക്തിസാന്ദ്രമായി. കബറിടത്തിൽ വണങ്ങുന്നതിനും സദ്യ കഴിക്കുന്നതിനുമായി ആയിരങ്ങളാണെത്തിയത്. രാവിലെ ദിവ്യബലിക്കു ശേഷം അനുസ്മരണ ബലി, സന്ദേശം, കബറിടത്തിൽ ഒപ്പീസ്, അന്നിത എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ഫിലിപ്സ് പനക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി പുത്തൂർ സന്ദേശം നൽകി. ഫാദർ ജോൺ ചുങ്കത്ത് സഹകാർമ്മികനായി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച സദ്യ ആശീർവദിച്ചു. കുട്ടികളുടെ ചോറൂൺ കർമ്മം അസിസ്റ്റന്റ് വികാരി ഫാദർ വിബി പുറത്തൂക്കാരൻ നിർവഹിച്ചു. 20,000 പേർക്കുള്ള നേർച്ച സദ്യയാണ് ഒരുക്കിയത്. വരദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 25 ലക്ഷത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ശ്രാദ്ധ ദിനത്തിൽ പ്രദേശത്തെ ആശുപത്രികളിൽ നടന്ന ഡയാലിസിസുകൾക്കുള്ള തുക വരദച്ചൻ ട്രസ്റ്റാണ് നൽകിയത്. കാർഷിക വിപണന മേളയുമുണ്ടായിരുന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിബി പുറത്തൂക്കാരൻ, ജനറൽ കൺവീനർ ജോസി ചുങ്കത്ത്, കൈക്കാരന്മാരായ സോണി തോമസ്, മനീഷ് സുരേഷ്, അലക്സ് ടിരൻ, ട്രസ്റ്റ് കൺവീനർ രാജേഷ് ജാക്ക്, PRO ബിജു അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. പുന്നേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KL മനോഹിത്, മുതിർന്ന അധ്യാപിക മീന പോൾ, PTA പ്രസിഡന്റ് സ്നേഹ മോഹൻ, പ്രീ പ്രൈമറി അധ്യാപകരായ ഷാന നസ്രീൻ, സ്മിഷ മോഹൻ, ഹിബ നസ്രീൻ, റംഷിത തുടങ്ങിയവർ സംസാരിച്ചു. 59 കുട്ടികളാണ് ഇത്തവണ LKGയിലേക്ക് പ്രവേശനം നേടിയത്. UKG ഉൾപ്പെടെ 4 ഡിവിഷനുകളിലായി 120ഓളം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. വർണ്ണക്കടലാസിൽ നിർമ്മിച്ച സൂര്യകാന്തി പൂവും ബാഡ്ജും മധുരവും സമ്മാനമായി സ്നാക്സ് ബോക്സും നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. PJ ജയകൃഷ്ണൻ, M റാണ പ്രതാപ്, MK രഘുനാഥ്, സജിത, ദീപ്തി, സരിത, അശ്വതി എന്നിവർ നേതൃത്വം നൽകി. മമ്മിയൂർ മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ VP ഉണ്ണികൃഷ്ണന് സമ്മാനിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന CA ലോകനാഥൻ അനുസ്മരണ ചടങ്ങിൽ NK അക്ബർ MLA പുരസ്കാരം സമ്മാനിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച CP വർഗീസ്, TV ബിനു എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ എന്നിവർ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആൻഡോ തോമസ്, ലൂക്കോസ് തലക്കോട്ടൂർ, KC സുനിൽ, KR ചന്ദ്രൻ, CV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിന വാരാചരണത്തിന്റെ ഭാഗമായി കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതികളുടെ ഭാഗമായി ആർത്താറ്റ് അരമനയിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തിയത്. കുന്നംകുളം എക്സൈസ് അസിസ്റ്റന്റ് റേഞ്ച് ഇൻസ്പെക്ടർ K സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MGOCSM കുന്നംകുളം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ സജയ് ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് വൃക്ഷത്തൈയും ബ്രോഷറും കൈമാറി.
പരിസ്ഥിതി ദിന ക്വിസ് മത്സര വിജയികളായ ജോർജിയ മേരി, ജിനോ ജേസൺ എന്നിവർക്ക് മെഡലും വൃക്ഷത്തൈയും സമ്മാനമായി നൽകി. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെന്നിസ് മാസ്റ്റർ, സിവിൽ എക്സൈസ് ഓഫീസർ RK സതീഷ്, സ്റ്റുഡന്റ് മൂവ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജെഫി ചെറി, സുനിൽ ഉതുപ്പ്, ശ്യാമുവൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നേർകുളം കുന്നത്തൂർ നാലാപ്പാടൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് KG കരുണാകരമേനോൻ സ്മാരക ഹാളിൽ നടത്തിയ കവിയരങ്ങിൽ ഹക്കീം വെളിയത്ത് മോഡറേറ്ററായി. നിരവധി എഴുത്തുകാർ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് നടത്തിയ പുസ്തക പ്രകാശന ചടങ്ങിൽ NK അക്ബർ MLA മൗനവാതിൽ പക്ഷി എന്ന വന്നേരിയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഏഴിയിൽ അബ്ദുള്ളയുടെ 2ാമത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളം പുസ്തകം ഏറ്റുവാങ്ങി. നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് T കൃഷ്ണദാസ് മോഡറേറ്ററും അധ്യക്ഷനുമായി. T മോഹൻ ബാബു പുസ്തക പരിചയം നടത്തി സംസാരിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, രമണി അശോകൻ നാലപ്പാട്ട്, വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക S അജിത, നാലപ്പാടൻ മെമ്മോറിയൽ സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് ചോ മുഹമ്മദ് ഉണ്ണി, ജസ്മിൻ ഷഹീർ, സുനിൽ M അപ്പു, അലി കണ്ണത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. MK സതീഷ് കുമാർ സ്വാഗതവും നാലപ്പാടൻ സാംസ്കാരിക സമിതി വർക്കിംഗ് പ്രസിഡന്റ് സക്കറിയ കുന്നച്ചം വീട്ടിൽ നന്ദിയും പറഞ്ഞു. കവി ഏഴിയൽ അബ്ദുള്ള മറുപടി പ്രസംഗം നടത്തി. കവി, നാടകകൃത്ത്, കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരൻ്റെ 2ാമത്തെ പുസ്തകമാണ് 78 കവിതകളടങ്ങിയ 130 പേജുള്ള മൗനവാതിൽ പക്ഷി. പാഠം 1 പുതുയുഗ വിദ്യാലയം പുത്തൻ കടപ്പുറം GFUP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പ്രധാനാധ്യാപിക PK റംല ഉദ്ഘാടനം ചെയ്തു. MK സലീം, SK പ്രിയ, PM ഹസീന, AB രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. PTA നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളും പരിസരവും പ്രീ പ്രൈമറി ക്ലാസുകളും മൂടിപ്പിടിപ്പിക്കുകയും വർണ്ണപേപ്പറുകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. മറ്റം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി അധ്യക്ഷനായി. തൃശൂർ വനിതാ സെൽ ASI S ശ്രീപ്രിയ കൗമാരവും നിയമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മറ്റം സ്പോർട്സ് അക്കാദമി സെക്രട്ടറി ബിനു K എടക്കളത്തൂർ, ട്രഷറർ ഷെജോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി PJ തോമസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രജീഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വേനലവധിക്ക് അക്കാദമിയിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ പ്രായക്കാർക്കായി സംഘടിപ്പിച്ച സൗഹൃദ നീന്തൽ മത്സരത്തിൽ 1, 2 സ്ഥാനം നേടിയവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. 2026 ജൂലൈ 1 മുതൽ സ്പോർട്സ് അക്കാദമിയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി നടത്തുന്ന നീന്തൽ പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 96 45 40 10 00 എന്ന നമ്പറിൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. പുന്നേർകുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ട് തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡീക്കൻ പ്രിൻസ് കിളിയാമ്പ്രയിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ CK അനൂപ്, പള്ളി ട്രസ്റ്റിമാരായ CV ജേക്കബ്, CA ബോസ്, MR ഷെജി, കേന്ദ്രസമിതി കൺവീനർ PI ആൻഡോ, സെക്രട്ടറി KK ബന്നി, ഇടവകയോഗം സെക്രട്ടറി KJ ജിജോ, മറ്റ് കൺവീനർമാരും യൂണിറ്റ് പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. ജൂൺ 14-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ 13-ാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ 6:30 ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവയുണ്ടാകും. 14-ന് രാവിലെ 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സജിൻ തളിയൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിബിൻ താഴേക്കാടൻ സന്ദേശം നൽകും. തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഭക്ഷണ വെഞ്ചിരിപ്പിനും ശേഷം നേർച്ചകൂട്ടും ഉണ്ടാകും. വടക്കേക്കാട് മദ്രസത്തുൽ ഹിദായയിൽ 2026-27 അധ്യയന വർഷത്തിന്റെ പ്രവേശനോദ്ഘാടനം നടന്നു. മദ്രസ ആൻഡ് മസ്ജിദ് ജനറൽ സെക്രട്ടറി ഷക്കീർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പള്ളിയുടെയും മദ്രസയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കും സംഭാവന നൽകിയ KB കബീർ സാഹിബിന്റെ സ്മരണാർത്ഥം അവാർഡ് നൽകി വിദ്യാർത്ഥികളെ ആദരിച്ചു. വിശുദ്ധ റംസാൻ മാസത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തിയ കിഡ്സ് ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ ജില്ലാതലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. പ്രവേശനോദ്ഘാടന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ അനീസ് മൗലവി അധ്യക്ഷത വഹിച്ചു. മദ്രസ മാനേജ്മെന്റ് അംഗം അഷ്റഫ് സാഹിബ് സംസാരിച്ചു. മദ്രസ സ്റ്റാഫ് സെക്രട്ടറി സുഫാൻ ഉസ്താദ് സ്വാഗതവും മാനേജ്മെന്റ് അംഗം അലി നന്ദിയും പറഞ്ഞു.
മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പോഷക സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷാ വിജയികളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു. പഠനോപകരണ വിതരണം ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിന്റെ 1986 SSLC ബാച്ച് കൂട്ടായ്മയായ സൗഹൃദം 86ന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ വിജയികളായവരെ വീടുകളിലെത്തി അനുമോദിച്ചു. കൂട്ടായ്മ ഭാരവാഹികളായ ശ്രീനി പി അശോകൻ, PK സണ്ണി, ജോജു ആന്റണി സി, രാമചന്ദ്രൻ കിഴക്കൂട്ട്, സുബൈർ, ഈനാശു തലക്കോട്ടൂർ, CC ജോസഫ്, TL ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പുനയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടറും വാർഡ് മെമ്പറുമായ അബ്ദുൾ സലീം കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. വാർഡ് മെമ്പർ ഷാനിഫ് കിഴക്കേത്തറ മുഖ്യാതിഥിയായിരുന്നു. രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ച് ഹനീഫ പുനയൂർ, മെമ്പർ ബൽക്കീസ് ഖാലിദ് എന്നിവരും ബാങ്ക് ഡയറക്ടർമാരായ ഷാജഹാൻ, അഞ്ജന പൂവത്ത് എന്നിവരും സംസാരിച്ചു. സ്കൂൾ ടീച്ചർ ജാൻസി സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ലേഖ വിജയൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് സ്കിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭ 16-ാം വാർഡിലെ വിജയികളായ വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തി ഭാരവാഹികൾ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. സ്കിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് TA ഷമീർ, വൈസ് പ്രസിഡന്റ് TA ആഷിർ, ക്ലബ്ബ് ഭാരവാഹികളായ സിബിൻ, മുഹമ്മദ്, സിനാൻ, അഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ആർത്താറ്റ് സൗത്ത് ആൻഡ് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങും പുസ്തക വിതരണവും IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പ് നടത്തി. ചാട്ടുകുളം ഇട്ടിയച്ചൻ ഹാളിൽ നടന്ന പരിപാടിയിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് വരെയായിരുന്നു രക്തദാന ക്യാമ്പ്. വൈകിട്ട് 3 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനവും അനുമോദന ചടങ്ങും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ രജി സതീശൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം KB ഷിബു, കുന്നംകുളം സൗത്ത് ലോക്കൽ കമ്മിറ്റി CK ലിജീഷ്, മുൻ നഗരസഭാ കൗൺസിലർ പ്രിയ സജീഷ്, കുന്നംകുളം ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ സെക്രട്ടറി ഷൈജിത്ത്, പ്രസിഡന്റ് ശ്രീകുട്ടൻ എന്നിവർ പങ്കെടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല പരിസരത്ത് നടന്ന അനുമോദന സദസ്സും പുരസ്കാര വിതരണവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗവും വായനശാല എക്സിക്യൂട്ടീവ് അംഗവുമായ വിനു ജോൺസൺ, പഞ്ചായത്ത് അംഗം സാഫിറ അസീസ്, സിസിലി ടീച്ചർ, വായനശാല സെക്രട്ടറി റോഫി റാഫേൽ, വൈസ് പ്രസിഡന്റ് പ്രേമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 9 വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ മുഴുവൻ A+ ലഭിച്ച 4 വിദ്യാർത്ഥികൾക്കും CBSE വിഭാഗത്തിൽ SSLC പരീക്ഷയിൽ 90% മുകളിൽ മാർക്ക് നേടിയ 2 വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 55 വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കുനമുച്ചി ഗ്രാമീണ വായനശാല പരിധിയിൽ വരുന്ന കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6, 7 വാർഡുകളിലെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 19, 20 വാർഡുകളിലെയും പ്രദേശവാസികളായ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വായനശാല ഭരണസമിതി അംഗങ്ങളായ ഫാൻസി ടീച്ചർ, KL ലിസി, PG ബൈജു, അനൂപ് പനക്കൽ, വായനശാല ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവത്ര പുത്തൻകടപ്പുറം 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സമ്മേളനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ കൗൺസിലർ ബ്രജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. K നവാസ്, HM നൌഫൽ, MS ശിവദാസ്, പ്രദീപ് ആലിപ്പിരി, ഷമീം ഉമർ, സുഹാസ് ആലുങ്ങൽ, ഹസ്മത്ത് അലി, PM നാസർ, അനിത ശിവൻ, തനുജ ഷാഫി എന്നിവർ പ്രസംഗിച്ചു. തൊഴിയൂർ മിലാന കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തൊഴിയൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നും 43 വർഷത്തെ പോസ്റ്റ്മാൻ പദവിയിൽ നിന്നും വിരമിച്ച വാസുദേവനെയും ബാലനെയും ആദരിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം CHO മനു തമ്പി വിശദീകരിച്ചു. PV ഷബീഷ് അധ്യക്ഷത വഹിച്ചു. MA അജിൻ, TK പ്രസാദ്, കുന്നംകുളം നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് ബാബു, ഉണ്ണി താഴ്ശ്ശേരി എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം പുന്നയൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. പരിപാടിയിൽ SLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ, മികച്ച കർഷകർ, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു.
ഏരിയ ജോയിന്റ് സെക്രട്ടറി KV അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, LC സെക്രട്ടറി ഫസലുദ്ദീൻ, അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ, KK അബ്ദുൾ മജീദ്, അഷ്റഫ് വാര്യങ്കാടൻ, 16-ാം വാർഡ് മെമ്പർ സൈമജ നസീർ, മുൻ പഞ്ചായത്ത് മെമ്പർ രജനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘത്തിന്റെ മേഖലാ സെക്രട്ടറി വിക്രമൻ സ്വാഗതവും മേഖലാ ട്രഷറർ അഷ്റഫ് വാര്യങ്ങാട് നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക യോഗവും ആദരച്ചടങ്ങും സംഘടിപ്പിച്ചു. അൻസാർ കോളേജിൽ നടത്തിയ വാർഷിക യോഗം പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് ചെയർമാൻ മുഹമ്മദ് മൂത്തോടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകട്ടയിൽ മുഖ്യാതിഥിയായി. 6-ാം വാർഡ് മെമ്പർ നദീറ ഷെരീഫ്, അൻസാർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ജലീൽ ചന്ദനത്ത്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. VK കമറുദ്ദീൻ സ്വാഗതവും നൌഫൽ നന്ദിയും പറഞ്ഞു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ പുന്നയൂർകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പരീക്ഷാ വിജയികളുടെ വീട്ടിലെത്തി മൊമന്റോ നൽകി. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പെരിയമ്പലം, സെക്രട്ടറി ശ്യാംപ്രസാദ് ആൽത്തറ, ട്രഷറർ നൌഷാദ് മന്നലാങ്കുന്ന്, വൈസ് പ്രസിഡന്റ് അനസ് പുന്നയൂർകുളം, രാജു പെരിയമ്പലം, മറ്റംഗങ്ങളായ ഗഫൂർ മന്നലംകുന്ന്, ഷജീർ ചെമ്മണ്ണൂർ, ബിജിമോൻ കടിക്കാട്, പ്രദീപ് കടിക്കാട് തുടങ്ങിയവരും പങ്കെടുത്തു. ആനക്കല്ല് ദേശം തിളക്കം പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനവും പുസ്തക വിതരണവും നടത്തി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിനേശ് കരിപ്പാലി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് അധ്യക്ഷനായ ചടങ്ങിൽ നൂറുദ്ദീൻ മാഷ് ആനക്കല്ല് കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കമ്മിറ്റി രക്ഷാധികാരികളായ ഉണ്ണികൃഷ്ണൻ കണ്ണേത്തുഞ്ഞാലിൽ, രാജൻ കണ്ണേത്തുഞ്ഞാലിൽ എന്നിവർ സംസാരിച്ചു. മധു ആനക്കല്ല് സ്വാഗതവും കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് നന്ദിയും പറഞ്ഞു. ഡിവൈഎഫ്ഐ വെട്ടുകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണീയം 2026 എന്ന പേരിൽ വെട്ടുകാട് പാൽ സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് അനന്തു കൃഷ്ണൻ അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M പീതാംബരൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗം മിനി രാജേഷ്, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം NS ജിഷ്ണു, ചൂണ്ടൽ മേഖലാ സെക്രട്ടറി CS അഖിൽ, മേഖലാ പ്രസിഡന്റ് വില്യംസ്, സംഘാടക സമിതി ചെയർമാൻ CS രാജേഷ്, CPIM വെട്ടുകാട് ബ്രാഞ്ച് സെക്രട്ടറി PS രാജു, ഡിവൈഎഫ്ഐ വെട്ടുകാട് യൂണിറ്റ് സെക്രട്ടറി വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. CPIM താമരപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഉൾപ്പെടുന്ന SSLC+2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KV സുരേഷ്, ഡിവൈഎഫ്ഐ ബ്രഹ്മകുളം മേഖലാ പ്രസിഡന്റ് PK അഖിൽ എന്നിവർ സംസാരിച്ചു. കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഗ്രീൻ പാർക്കിൽ നടന്ന കൂട്ട് അനുമോദന ചടങ്ങ് 2026-ൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കൂട്ട് ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി ജിസൺ തോമസ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജോബിൻ അധ്യക്ഷത വഹിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, വേലൂർ 15-ാം വാർഡ് മെമ്പർ കവിത ബൈബു, മുൻ യൂണിവേഴ്സിറ്റി പ്ലെയർ രഞ്ജിത്ത് AR എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജെറിൻ CJ നന്ദി പറഞ്ഞു. കൂട്ടുഭാരവാഹികൾ നേതൃത്വം നൽകി. മമ്മിയൂർ LF നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ KC സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിമി മരിയ, സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയ ജെയിൻ, നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിയ ലിസബത്ത് എന്നിവർ നേതൃത്വം നൽകി. കുരുന്നുകളും രക്ഷാകർത്താക്കളും അധ്യാപക അനധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. ഗുരുവായൂർ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. തിരുവെങ്കിടത്ത് നടന്ന പരിസ്ഥിതി ദിനാഘോഷം നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PI സൈമൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PI ലാസർ മാസ്റ്റർ, P ശിവദാസൻ, സാറ ഷംസുദ്ദീൻ, PI ആൻഡോ, മേഴ്സി ജോയ്, ആൻഡോ പുത്തൂർ, VG ആൻഡോ, PI ജോസഫ്, ബർണാഡിത്ത തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി MK സലാഹുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ നസീർ ബാബു നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 13,905 രൂപ, പവന് 1,11,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, ചൊവ്വന്നൂർ കുട്ടംകുളം റോഡിൽ മണ്ടുമ്പാൽ വീട്ടിൽ സേവ്യർ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. റാണി മാതാവും ലില്ലി ഭാര്യയുമാണ്. ലിൻസി, ലിൻസൺ എന്നിവർ മക്കളാണ്. പഴഞ്ഞി പഴുന്നാൻ വീട്ടിൽ പരേതനായ കുഞ്ഞപ്പൻ ഭാര്യ മാർത്ത നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. റെജി, റീന, റീജ, റിജീന എന്നിവർ മക്കളാണ്. തയ്യൂർ പാടത്ത് വീട്ടിൽ ഇട്ടു പാൻഡു ഭാര്യ റിൻസി നിര്യാതയായി. 41 വയസ്സായിരുന്നു. മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂളിലെ അധ്യാപികയാണ് പരേത. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4:30 തയ്യൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. ആഷ്വിൻ, ആജ്ഞ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ശക്തമായ മഴ തുടരുന്നു. കാലവർഷത്തിന്റെ തീവ്രത ഇനിയുള്ള നാളുകളിൽ വർദ്ധിച്ചേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വടക്കേക്കാട് കനത്ത മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. മുണ്ടത്തിക്കോട് ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണു. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിൽ. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഭൂഗോളം ഒരു കാൽപന്തായി മാറുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കിക്ക് ഓഫിന് ഇനി 2 നാൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ നാടും നഗരവും. പ്രിയ താരങ്ങളുടെ കട്ടൌട്ടുകളും ഫ്ലക്സുകളും സ്ഥാപിച്ച് ആരാധകർ. ഫിഫ ലോകകപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള വിഷനിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. CCTV വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷാ സമർപ്പണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രം അവസരം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇനിയും നൽകാം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനും അപേക്ഷ നൽകാം. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറവളപ്പിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുർഷിദാണ് മരിച്ചത്. മീൻ പിടിക്കാനായി സ്ഥാപിച്ച വല നോക്കാൻ പോകുന്നതിനിടെ തോട്ടിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നുവെന്ന് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.